ഹായ് മക്കളെ, അപ്പോൾ ഒരു മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പഠിക്കാം. വേടാ ഓക്കെ. ഈ ഗ്രാഫ് നമുക്കറിയാം, നമ്മുടെ റെസ്പിറേഷനിൽ വരുന്ന ഗ്രാഫാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഗ്രാഫാണ്. ഈ പ്രാവശ്യം എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫാണ് മക്കളെ. ഇത് എന്താണ്, വാട്ട് ഈസ് ഈ ഗ്രാഫ് എന്താ പറയുന്നത്, നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. എന്ന് വെച്ചാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്ന പെർസെൻറ്റേജ് കാണിക്കുന്ന കർവാണ് നമ്മുടെ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാ, റൈറ്റ് ഇൻ 3 കണ്ടീഷൻസ്. ഇതിന്റെ 3 കണ്ടീഷൻ നമ്മൾ കൃത്യമായിട്ട് പറയണം. ഈ ഒരു ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാനുള്ള 3 കണ്ടീഷൻസ് നോക്കിയേ. PO2 എന്താ പറയുക, PO2 ഹൈ ആയിരിക്കണം, PO2 ഹൈ ആയിരിക്കണം, PO2 ഹൈ ആയിരിക്കണം. PCO2 കുറവായിരിക്കണം, നമ്മുടെ H+ കോൺസെൻട്രേഷനും കുറവായിരിക്കണം. PO2 എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം, PO2 ഹൈ ആയിരിക്കണം. ബാക്കി നമ്മുടെ PCO2ഉം H+ന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം, കുറവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ഫോർമേഷൻ കിട്ടത്തുള്ളൂ, ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻ കിട്ടത്തുള്ളൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കേടാ, സിംഗിൾ വേർഡ് ഡിറ്റർമിൻ ചെയ്യുക. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളുസ്കയിൽ കാണപ്പെടുന്ന റാസ്പിംഗ് ഓർഗൻ ഏതാ, നമ്മൾ പഠിച്ചു മക്കളെ, റാഡുല. ഏതാ മക്കളെ, റാഡുലയാണ്. ഇത് നമ്മളെ 1 വേർഡ് ആണ്. ഇനി നമുക്ക് നോക്കാം, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നിഡേറിയൻസിൽ കാണപ്പെടുന്ന ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഞാൻ ഇട്ട വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വീഡിയോസ് പോയി കാണുക. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡേറിയൻസ് ഏതാ മക്കളെ, മെറ്റാജെനിസിസ് ആണ് മക്കളെ, മെറ്റാജെനിസിസ് ആണ് ഇതിന്റെ ആൻസർ, 1 വേർഡ് ആൻസർ വരുന്നത്. ബാക്കി 2ന്റെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. ലിവിംഗ് ഓർഗാനിസം ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ ഹോളോ ബോൺസ് വിത്ത് എയർ കാവിറ്റീസ്, അതിന്റെയും ഉത്തരം എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.